ഒന്നാമത്തെ വിഷയം, ഒന്ന് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അത് വസ്തുതയാണ്. ദാഹജലം കിട്ടാനില്ലാതെ ഭക്തർ മണിക്കൂറുകൾ വലഞ്ഞു, വസ്തുതയാണ്. 12 മണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ടി വന്നു, വസ്തുതയാണ്. കുഴഞ്ഞു വീണിട്ടുണ്ട് ഭക്തർ, വസ്തുതയാണ്. താങ്കൾ അവിടെ കടലാസിലുള്ള സജ്ജീകരണങ്ങളുടെ കണക്ക് നേരത്തെ വായിച്ചു. അതിനപ്പുറത്ത് അത് അനുഭവവേദ്യമാവുക കൂടി വേണമല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഏകോപനക്കുറവ് ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ചാർജ് ഏറ്റെടുത്തിട്ട് ദിവസങ്ങളായതേ ഉള്ളൂ. ഒരു മണ്ഡല തീർത്ഥാടന കാലത്തിന് തൊട്ട് മുൻപാണ് ദേവസ്വം തലപ്പത്ത് മാറ്റം വന്നത്. അതിന് മുമ്പുള്ള ദേവസ്വം ബോർഡ് ആരോപണങ്ങളാൽ ശരവ്യമായിരുന്നു. ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ കൃത്യമായി ഒരു മണ്ഡലകാലത്തിൽ വരുത്തേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ ദേവസ്വം ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരുമോ? മിസ്റ്റർ അഭിലാഷ്, കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കന്മാർ ഈ ചർച്ചയിൽ വന്ന് പച്ചയായ നുണ പറയുകയാണ്. വസ്തുതകൾ നിരത്തി യഥാർത്ഥത്തിലുള്ള കണക്കുകൾ വെച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ കള്ളം പറയുന്നു എന്നാണ് പറയുന്നത്. ഞാൻ BJPയുടെ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. കേന്ദ്ര സേനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ 3-4 ദിവസം മുമ്പാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് കൊടുത്തതെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ആ കത്തോ ആ കത്തിന്റെ തീയതിയോ അങ്ങ് ഈ ചർച്ചയിൽ കാണിച്ചാൽ, അല്ലെങ്കിൽ ഇതിന്റെ ആങ്കർക്ക് അയച്ചു കൊടുത്താൽ, താങ്കൾ ചെയ്യുന്ന പ്രവൃത്തി താങ്കൾ പറയുന്ന സ്ഥലത്ത് വന്ന് ചെയ്യാം. എന്നാൽ താങ്കൾ മനസ്സിലാക്കണം, 12/9/2025, അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് കേന്ദ്ര സേനയും ദുരന്ത നിവാരണ സേനയും ശബരിമലയിൽ എല്ലാ വർഷവും വരുന്നത് പോലെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കേരള ഗവൺമെന്റ് കത്തയച്ചതാണ്. ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പരിഗണിക്കാത്തത് ഒരു കുറവായിട്ട് ഞങ്ങൾ കാണുന്നില്ല. എന്നും കേന്ദ്രം കേരളത്തോട് അങ്ങനെയാണ്. പക്ഷേ ഈ കേരളത്തിലെ കരുത്തരായ പോലീസ് സേന എല്ലാ വർഷവും ശബരിമലയിൽ വന്ന് കൃത്യമായി സേവനം അനുഷ്ഠിക്കുന്ന, അതിൽ കൂടുതൽ എണ്ണം പോലീസിനെ വിനിയോഗിച്ചുകൊണ്ട് കൃത്യമായി അത്തരം പ്രവർത്തിക്ക് പോകുന്നു. ഒന്ന് അഭിലാഷ് ശ്രദ്ധിക്കുക, 12/9/2025 കേന്ദ്ര സേനയെ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചത്. BJPയുടെ പ്രതിനിധി പറയുന്നത് 3-4 ദിവസം മുമ്പാണ് എന്നത്. അത് ആദ്യത്തെ കള്ളം. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, ഭരണപരാജയം, അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ. സാധാരണ പറയുന്ന 3-ാമത്തെ വാചകം പറഞ്ഞില്ല. 3-ാമത്തെ വാചകം സഖാവ് പിണറായി വിജയൻ രാജിവെക്കണം, അതായിരുന്നു. അതിപ്പോ അടുത്ത ഘട്ടത്തിൽ പറയുമായിരിക്കും. പരസ്യം കഴിഞ്ഞ് ചർച്ച തിരിച്ചു വരുമ്പോഴേക്കും പറയും. ഇതൊക്കെ റെക്കോർഡ് ഭാഷയാക്കി വച്ചിരിക്കുക. ഇവിടെ കൃത്യമായി ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചിന്റെ ശുപാർശ പ്രകാരം കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഓരോ കാര്യങ്ങളും ദേവസ്വം ബെഞ്ചിന്റെ സർവൈലൻസിലാണ്. ഇടക്കച്ചവടക്കാരെയും അവിടെ വന്ന് അന്യാധീന ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അന്യാധീന കച്ചവടക്കാരെയൊക്കെ ഒഴിവാക്കാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് താങ്കൾ മനസ്സിലാക്കിയോ? ശബരിമലയിൽ ദർശനം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. ഒരു അപകടം പറ്റിയാൽ 5 ലക്ഷം. അപകടം പറ്റിയ ആളെ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണോ? 1 ലക്ഷം രൂപ ആംബുലൻസിന്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണോ? 30,000 രൂപ ആ സ്പോട്ടിൽ കൊടുക്കുകയാണ് ദേവസ്വം ബോർഡ്. ആ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന മുഴുവൻ വ്യക്തികളും, ഭക്തന്മാർക്കൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെയും കരാർ ജോലിക്കാർക്കെല്ലാം ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി പണ്ട് 4 ജില്ലകളിൽ മാത്രമുള്ള കവറേജ് കേരളം മൊത്തമാക്കി നടപ്പാക്കുന്നു. ഇത് മാത്രമാണോ? ഇവിടെ ശൗചാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കൃത്യമായി കണക്ക് പറയുമ്പോൾ പമ്പയിൽ പോയി നോക്കാനാ പറഞ്ഞത്. പമ്പയിൽ പോയി നോക്കിയാൽ സന്നിധാനത്തുള്ള 1005 ശൗചാലയം കാണില്ല. അതുപോലെ ശരംകുത്തി പാതയിൽ 164 സൗജന്യമായിട്ടുള്ള ശൗചാലയം പമ്പയിൽ പോയാൽ കാണില്ല. പമ്പയിൽ കൃത്യമായി 58 ബയോ ടോയ്ലറ്റ് യൂണിറ്റുകളും അതുപോലെ പമ്പ സന്നിധാനം പാതയിലുള്ള എക്സ്ട്രാ കണ്ടെയ്നർ മൊബൈൽ യൂണിറ്റുകളും അതെല്ലാം കൃത്യമായിട്ട് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ കുറെ റെക്കോർഡ് ചെയ്ത ഭാഷ. ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഒരുപാട് വന്നു, ഒരു 3-4 മണിക്കൂർ തിരക്കുണ്ടായി. ഇപ്പോൾ നിങ്ങളുടെ ലേഖകർ തന്നെ റിപ്പോർട്ട് ചെയ്ത് എന്താ, 4 മണിയായപ്പോഴേക്ക് ആ തിരക്കിനെ അതിജീവിച്ചു. അത് ഇപ്പോൾ നല്ല രൂപത്തിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് ആദ്യത്തെ 1-2 ദിവസം ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കണക്കിൽ കവിഞ്ഞുള്ള ഭക്തന്മാർ വരുമ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് നേരം ക്യൂ നിന്ന് 13 മണിക്കൂർ ക്യൂ നിന്ന് 24 മണിക്കൂർ ക്യൂ നിന്നുകൊണ്ട് ദർശനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അത്തരം സാഹചര്യങ്ങളെ കൃത്യമായി തന്നെ നേരിട്ട് പോകുന്നു. ഇവിടെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വന്യജീവി സാന്നിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AI ക്യാമറകൾ സ്ഥാപിച്ച് കൃത്യമായ മെസ്സേജ് കൊടുക്കല്, വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ശുദ്ധജല വിതരണം എല്ലാ സ്ഥലത്തും ഉറപ്പുവരുത്താൻ, അതുപോലെ തീർത്ഥാടന പാതയിലെല്ലാം ശുദ്ധജലത്തിന്റെ ടാപ്പ്, പമ്പയിൽ ജലനിരപ്പ് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, ജലവിഭവ വകുപ്പ്, അനധികൃത കച്ചവടം നടത്താൻ ഹൈക്കോടതി വിധിയുടെ ഭാഗമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണം, അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പ്. നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. സന്നിധാനം, അപ്പാച്ചിമേട്, നീലിമല, പമ്പ, നിലയ്ക്കൽ ആരോഗ്യ വകുപ്പിന്റെ 24 മണിക്കൂർ സംവിധാനം. അതേപോലെ തന്നെ പമ്പ, അപ്പാച്ചിമേട്, സന്നിധാനം, പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 24 മണിക്കൂർ സംവിധാനം. KSRTCയുടെ ഉണർന്നുള്ള പ്രവർത്തകർ, അതുപോലെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്നിട്ടുള്ള മാർഗങ്ങൾ, ഇതെല്ലാം കോടതിയുടെ സ്പെഷ്യൽ ഓഫീസർ അടക്കം നിരീക്ഷിച്ചുകൊണ്ട്
ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒറ്റ കാര്യം കൂടി പറയട്ടെ, ഗവൺമെന്റിന് അന്യാധീന ലാഭമുണ്ടാക്കാൻ എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും ആവർത്തിക്കുക. നാണമില്ലേ നിങ്ങൾക്ക്? എത്ര തവണ എത്രയോ വിശദീകരണങ്ങൾ സത്യസന്ധമായി ഇവിടെ പുറത്തു വന്നു. 1 രൂപ നയാ പൈസ ഗവൺമെന്റ് സംവിധാനത്തിന് കിട്ടുന്നില്ല. ശബരിമലയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് മുടക്കുകയാണ്. ആ ദേവസ്വം ബോർഡിന്റെ വരുമാനം ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 100 കണക്കിന് ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഗവൺമെന്റിന് ലാഭമുണ്ടാക്കാൻ എന്ന് ആവർത്തിക്കുന്നത് തികച്ച രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ആ ലാഭമുണ്ടാക്കിയത് ആരൊക്കെയാണെന്ന് ഈ കഴിഞ്ഞ ഒരു 5 കൊല്ലം 2011 മുതൽ 16 വരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എവിടെയൊക്കെയാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്, ആരൊക്കെയാണ് അതിൽ പ്രതി, 1.87 കോടി രൂപയുടെ വലിയ തട്ടിപ്പ് നടത്തിയ മന്ത്രിയുടെ സഹോദരൻ ആരാണ്, ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടോ അതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് പരിഹരിക്കാൻ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് സംവിധാനവും പോലീസ് സംവിധാനവും ഇവിടെയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ആ ഭക്തന്മാർക്കുള്ള സൗകര്യം ഉറപ്പുവരുത്തി തന്നെ മുന്നോട്ട് പോകും. ശരി.